ശാലോമിൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവം കൂടി ഞാൻ പങ്കുവെക്കാം. ശാലോം വളരെ ചെറിയ തോതിൽ ആരംഭിച്ചതാണ്. ഒരു പഴയ വീടായിരുന്നു അതിൻ്റെ ഓഫീസ്. ശുശ്രൂഷ വളർന്നു കഴിഞ്ഞപ്പോൾ ഓഫീസിൽ ഇരിക്കാൻ സ്ഥലമില്ല. അത്യാവശ്യമായി നല്ലൊരു ഓഫീസ് ആവശ്യമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചു. ആത്മീയ പിതാവിൻ്റെ അനുമതിയോടുകൂടി ഒരു വലിയ ഓഫീസിന് വേണ്ടി തറയൊക്കെ ഇട്ടു. എല്ലാ ദിവസവും ശാലോമിൻ്റെ ഓഫീസിൻ്റെ ജോലിയൊക്കെ ആരംഭിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ശാലോമിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ഒരുമിച്ച് 1 മണിക്കൂർ പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞങ്ങൾ ജോലി ആരംഭിക്കാറുള്ളൂ. എത്ര തിരക്കുണ്ടെങ്കിലും ഈ 1 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ജോലി ആരംഭിക്കുകയുള്ളൂ. ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഞങ്ങൾ പുതിയ ഓഫീസിന് വേണ്ടി സ്വപ്നം കണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 1 വർഷം മുഴുവനും പ്രാർത്ഥിച്ചിട്ടും ആ കെട്ടിടം പണിയാനായിട്ടുള്ള സമ്പത്ത് കയ്യിലേക്ക് വന്നില്ല. ആരുടെയും സഹായം കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോൾ 1 വർഷം മുഴുവനും പല കാര്യങ്ങളും വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് നേടിയിട്ടുണ്ട്. പക്ഷേ ഈ ഓഫീസ് കെട്ടിടത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിട്ട് ഒരനക്കവും ഇല്ല ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന്. ഓഫീസ് വളരെ അത്യാവശ്യമാണ് ശുശ്രൂഷ മുന്നോട്ട് പോകണമെങ്കിൽ. പ്രാർത്ഥിച്ച് ദൈവഹിതമാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് തറയിടാൻ തുടങ്ങിയത്. പക്ഷേ പിന്നീട് ആരും ഒരു സംഭാവനയും നൽകാത്ത സാമ്പത്തികമായ ഭയങ്കരമായ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടം. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. 1.5 വർഷം ഞങ്ങൾ എല്ലാ ദിവസവും ഈ ഓഫീസ് പണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസത്തിനൊരു കുറവുമില്ല, പക്ഷേ കൃപ ഒഴുകുന്നില്ല. എനിക്ക് തന്നെ സങ്കടമായി. എനിക്ക് എൻ്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം 1.5 വർഷമൊക്കെ ഇവരെ മോട്ടിവേറ്റ് ചെയ്തു, വിശ്വാസം കൊടുത്തു, ആവേശത്തോടെ പ്രാർത്ഥിപ്പിച്ചു. 1.5 വർഷമായിട്ടും തറ അവിടെ കിടക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ആ തറയുടെ മുകളിൽ കയറി മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നത്? ഈ ഒരു ഓഫീസ് ശാലോമിന് അത്യാവശ്യമാണെന്ന് നിനക്കറിയാം. ഇത് നിൻ്റെ ഹിതമാണെന്ന് പ്രാർത്ഥിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം പണി തുടങ്ങിയത്. പക്ഷേ ഈ 1.5 വർഷമായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് നീ പ്രവർത്തിക്കുന്നില്ല കർത്താവേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി. കെട്ടിടം പണിയാൻ നീ എന്നോട് അനുമതി ചോദിച്ചു എന്നത് ശരിയാണ്. പക്ഷേ കെട്ടിടത്തിൻ്റെ പ്ലാൻ വരച്ചപ്പോൾ നീ എൻ്റെ അംഗീകാരം തേടിയോ എന്ന ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ഞാനത് ചിന്തിച്ചത്. ആ കെട്ടിടത്തെ എങ്ങനെയാണ് പണിയേണ്ടത്, അതിൻ്റെ പ്ലാനിനെ കുറിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. അത് എൻ്റെ ചിന്തയനുസരിച്ചാണ് പോയത്. അപ്പോൾ എൻ്റെ പ്ലാൻ എങ്ങനെയായിരുന്നു? ഗ്രൗണ്ട് ഫ്ലോർ ഒരു വലിയ ഓഡിറ്റോറിയം, മുകളിൽ ഓഫീസ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ കർത്താവ് ആ രാത്രിയിൽ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് കിട്ടി. ഓഡിറ്റോറിയം ആവശ്യമില്ല, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഓഫീസ് തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ അത് ആദ്യം അത് ഉൾക്കൊള്ളാനൊരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു അടയാളം തരണം. കാരണം ശാലോമിൻ്റെ മുറ്റത്ത് അന്ന് എല്ലാ ശനിയാഴ്ചകളും വലിയൊരു പ്രാർത്ഥന ശുശ്രൂഷ നടക്കുന്നുണ്ട്. 12,000 പേര് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഓഫീസെങ്കിൽ ഈ ബഹളവും അതുപോലെ ഒരു സെക്യൂരിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. ഒരു വിധത്തിലും നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ വിഷമമായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ പദ്ധതി അതായിരുന്നു. അപ്പോൾ ദൈവത്തോട് ഞാനൊരു അടയാളം ചോദിച്ചു. ആ അടയാളം ദൈവം തന്നു. അങ്ങനെ ആ പ്ലാൻ ദൈവഹിതമനുസരിച്ച് മാറ്റിക്കഴിഞ്ഞു. 1 ആഴ്ച കൊണ്ട് തന്നെ സമ്പത്ത് പ്രവഹിക്കാൻ തുടങ്ങി. കെട്ടിടത്തിൻ്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ പ്ലാനിനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. കരഞ്ഞു പ്രാർത്ഥിച്ചാലും വാശി പിടിച്ച് പ്രാർത്ഥിച്ചാലും ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ശരി, ദൈവത്തിൻ്റെ പ്ലാൻ അല്ല നമ്മുടെ പ്ലാനെങ്കിൽ അവിടെ ചിലപ്പോൾ നിശബ്ദത ഉണ്ടാകാം.